വിശദമായ വാർത്തയിലേക്ക്. കോൺഗ്രസിൽ നിർണായക ചർച്ചകൾ. കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച നിലപാടിൽ ഉറച്ച VM സുധീരൻ. അനുനയ നീക്കവുമായി എത്തിയ VD സതീശന്റെ ശ്രമം പാളി. നിലപാടെടുത്താൽ പിന്നോട്ടു പോകാത്തയാളാണ് സുധീരൻ. അദ്ദേഹത്തെ പരിഗണിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്നും സതീശൻ വ്യക്തമാക്കി. കൂടിക്കാഴ്ചയ്ക്കെത്തിയ സതീശനെ സുധീരൻ അതൃപ്തി അറിയിച്ചു. മതിയായ കൂടിയാലോചനകൾ നടക്കുന്നില്ലെന്നായിരുന്നു പ്രധാനമായും സുധീരന്റെ പരാതി. അല്ല, അദ്ദേഹം അറിയാലോ, അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ എന്നെക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. വേറെ ആരും എന്നെ വേണമെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും കൂടി ചിലപ്പോൾ മാറ്റിയെടുക്കാൻ പറ്റും, പക്ഷെ അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ അത്ര എളുപ്പമല്ല. ഞാൻ നേതൃത്വത്തിൻ്റെ ഭാഗമാണ്. നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുകൂടി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ. അദ്ദേഹമായിട്ട് അത് നമ്മളത് കറക്റ്റ് ചെയ്ത് പോകും. നമ്മളത് കറക്റ്റ് ചെയ്ത് പോകും. എൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഭാഗത്തെ വീഴ്ച ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കാരണം എനിക്കത് പറയാൻ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ പറ്റാവുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അത് എൻ്റെ ചുമതലയാണ്. നിങ്ങളാരും ഇവിടെ വെയിറ്റ് ചെയ്ത് ബുദ്ധിമുട്ടരുതെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. സുധീരന്റെ രാജിയിൽ KPCC പ്രസിഡന്റ് K. സുധാകരന് അമർഷമുണ്ട്. എന്നാൽ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്ന് AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിനൊപ്പം സുധാകരനും സുധീരനെ കാണും. KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് രാജിവെച്ച VM സുധീരനുമായി ചർച്ച നടത്തുമെന്ന് രമേശ് ചെന്നിത്തല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നിച്ചു നീങ്ങേണ്ട സമയമാണെന്നും ചെന്നിത്തല പറഞ്ഞു. തീർച്ചയായിട്ടും ശ്രീ VM സുധീരൻ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. മുൻ KPCC പ്രസിഡന്റാണ്. അദ്ദേഹവുമായിട്ട് ആലോചിക്കുമെന്ന് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തന ശൈലി തന്നെ സ്വീകരിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട സമയമാണ്. സുധീരൻ രാഷ്ട്രീയകാര്യ സമിതിയിലേക്ക് മടങ്ങി വരണമെന്ന് ഉമ്മൻചാണ്ടി. സുധീരൻ സമിതിയിൽ തുടരേണ്ടതുണ്ട്. അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവരണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. സുധീരനെ പോലെ നേതാവ് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല. അദ്ദേഹം ആ കമ്മിറ്റിയിൽ തുടരേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ എന്താണ് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കിയതെന്നറിഞ്ഞ് അതിന് പരിഹാരം കണ്ടെത്തി അദ്ദേഹത്തിന്റെ രാജി പിൻവലിപ്പിക്കേണ്ടതാണ് എന്നാണ് വ്യക്തമായ എൻ്റെ അഭിപ്രായം. VM സുധീരന്റെ രാജി നിർഭാഗ്യകരമെന്ന UDF കൺവീനർ MM ഹസൻ. ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും സംസാരിച്ച വിഷയം പരിഹരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും MM ഹസൻ പറഞ്ഞു. സുധീരന്റെ രാജി വാസ്തവത്തിൽ നിർഭാഗ്യകരമാണ്. ഇന്നലെ ഞാനും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തീർച്ചയായിട്ടും നേതൃത്വം അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാണ് എന്റെ അഭിപ്രായം. KPCC ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള നിർണായക കൂടിയാലോചനകൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചു. AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ KPCC നേതൃത്വത്തിൽ നിന്നും മുതിർന്ന നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടും. പുതിയ സാഹചര്യത്തിൽ VM സുധീരന്റെ നിർദ്ദേശങ്ങളും പരിഗണിച്ചായിരിക്കും മുന്നോട്ടു പോവുക. ഈ മാസം 30ഓടെ ഭാരവാഹി പ്രഖ്യാപനമാണ് ലക്ഷ്യം. ചർച്ചകൾ നീണ്ടുപോയാൽ നിർവാഹക സമിതി അംഗങ്ങളുടെ പ്രഖ്യാപനം അടുത്ത ഘട്ടത്തിലേക്ക് മാറ്റും. പകരം 15 ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിശ്ചയിക്കും. AI ഗ്രൂപ്പുകൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പേരുകൾ കൈമാറിയിട്ടുണ്ട്. KPCC അധ്യക്ഷന്റെ താൽപര്യം കൂടി ഈ ലിസ്റ്റിന് പരിഗണന കിട്ടുന്നതിൽ പ്രതിഫലിക്കും. ഒരു പട്ടിക ആരുടെയൊന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾ തന്നെ അതിൻ്റെ ഒരു മെറിറ്റോറിയസ് ഗ്രൗണ്ടിൽ ആരാണ് എലിജിബിലിറ്റി ഉള്ളവർ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലയിലും ഞങ്ങൾ സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആവുന്നത്. അല്ലെങ്കിൽ ലിസ്റ്റാണെങ്കിൽ നേരത്തെ പ്രഖ്യാപിക്കാമായിരുന്നല്ലോ. താരിഖ് അൻവർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. DCC അധ്യക്ഷന്മാരെ നിശ്ചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഗ്രൂപ്പുകളെ കൂടുതൽ അനുനയിപ്പിച്ചുകൊണ്ടായിരിക്കും രണ്ടാം ഘട്ട പുനഃസംഘടന. വനിതാ പ്രതിനിധികളായി പത്മജ വേണുഗോപാലും PK ജയലക്ഷ്മിയും ജനറൽ സെക്രട്ടറിമാരാകുമെന്നാണ് സൂചന. ബിന്ദു കൃഷ്ണയെ രാഷ്ട്രീയകാര്യ സമിതിയിലേക്കും പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ പുനഃസംഘടനയിൽ താരിഖ് അൻവറും പഴികേട്ടതിനാൽ AICC ജനറൽ സെക്രട്ടറിയും കൂടുതൽ ജാഗ്രതയിലാണ്. All of my senior leaders, what is the reason? There may be personal reason, I don't know, but now I'm in Kerala.
I will speak to all of them. രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും നിർദ്ദേശങ്ങൾക്ക് കൂടുതൽ പരിഗണന നൽകുമെങ്കിലും ഇത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിലല്ലെന്നാണ് KPCC നേതൃത്വത്തിന്റെ നിലപാട്. പുതിയ സാഹചര്യത്തിൽ VM സുധീരന്റെ നിർദ്ദേശങ്ങളും പരിഗണിക്കപ്പെട്ടേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. പാലാ ബിഷപ്പിനെതിരെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം P. ചിദംബരം. ബിഷപ്പിന്റേത് വികലമായ ചിന്തയാണെന്നും സാമുദായിക ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പരാമർശമെന്നും ചിദംബരം കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നിലപാടിനെ ചിദംബരം പിന്തുണച്ചു. പ്രണയവും നർക്കോട്ടിക്കും യഥാർത്ഥമാണ്. പക്ഷേ അതിനോട് ജിഹാദ് ചേർക്കുന്നത് വികലമായ ചിന്തയാണ്. മുസ്ലിങ്ങളെയും അല്ലാത്തവരെയും തെറ്റിക്കാനുള്ള പദ്ധതിയാണിതെന്ന് P. ചിദംബരം ലേഖനത്തിൽ പറയുന്നു. ഒരു ഭാഗത്ത് മുസ്ലിങ്ങളും മറുഭാഗത്ത് മറ്റുള്ളവരുമെന്ന ചിന്തയാണിത്. നർക്കോട്ടിക് ജിഹാദ് എന്ന വാക്കിലൂടെ ലക്ഷ്യമിടുന്നത് മതഭ്രാന്താണ്. തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ വിഭാഗങ്ങൾ ബിഷപ്പിനെ പിന്തുണയ്ക്കുന്നതിൽ അത്ഭുതമില്ല. ഹിന്ദുത്വ ഗ്രൂപ്പുകൾ എങ്ങനെയാണ് ക്രിസ്ത്യാനികളെ പരിഗണിച്ചത് എന്നത് ഓർക്കണമെന്നും ചിദംബരം ചൂണ്ടിക്കാട്ടുന്നു. വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു. മുഖ്യമന്ത്രിയെ പിന്തുണച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ശരിയായ നിലപാടാണെന്ന് ചിദംബരം വ്യക്തമാക്കി. നർക്കോട്ടിക് ജിഹാദിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നവർ ഗുജറാത്തിൽ പിടികൂടിയ 3000 കിലോ ഹെറോയിനെ കുറിച്ച് സംസാരിക്കണം. ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോടെയല്ലാതെ ഇത്രയും അളവിൽ മയക്കുമരുന്ന് രാജ്യത്ത് എത്തില്ല. പിടിയിലായവർ മുസ്ലിങ്ങളല്ല. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ജിഹാദിനെ കുറിച്ചുള്ള സംസാരം നിർത്തണമെന്നും മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ചിദംബരം ലേഖനത്തിൽ ആവശ്യപ്പെടുന്നു. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷം തിരിച്ചെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ വരവേൽപ്പ്. ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിൽ BJP പ്രവർത്തകരും കേന്ദ്രമന്ത്രിമാരും ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. BJP അധ്യക്ഷൻ JP നദ്ദ അടക്കം 100 കണക്കിന് പേരാണ് വിമാനത്താവളത്തിൽ എത്തിയത്. പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം വൻ വിജയമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UN പൊതുസഭയിൽ തീവ്രവാദത്തെക്കുറിച്ചുള്ള ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കാൻ സന്ദർശനം സഹായിച്ചെന്ന് വിദേശകാര്യ വക്താവ് ഹർഷവർദ്ധൻ ശൃംഗ്ല പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ P. കൃഷ്ണപിള്ളയും സഹോദരൻ അയ്യപ്പനും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വേണ്ടത്ര ഇടം നേടാതെ പോയ പലരും ഉണ്ടെന്ന പരാമർശത്തിനിടെയായിരുന്നു P. കൃഷ്ണപിള്ളയുടെയും സഹോദരൻ അയ്യപ്പന്റെയും ചിത്രങ്ങൾ നൽകിയത്. जिसके ऐसे अनसंग हीरोज पर थीम पर उनके जीवन पर उन घटनाओं पर कुछ लिखने का बीड़ा उठाया है. यानी देश के युवाओं ने ठान लिया है कि उन स्वतंत्र सेनानियों के इतिहास को भी देश के सामने लाएंगे जिनकी गत 75 वर्ष में कोई चर्चा तक नहीं हुई है. ചരിത്രത്താളുകളിൽ പേരുകളില്ലാത്ത വാഴ്ത്തപ്പെടാത്ത വീരനായകരെക്കുറിച്ചും അവരുടെ ജീവിതത്തെപ്പറ്റിയും കൂടുതൽ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക നദീ സംരക്ഷണ ദിനത്തിൽ നദികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. നദികൾ സംരക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം വേണമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ നിലവിൽ വന്നതോടെ സംസ്ഥാനത്തെ ഹോട്ടലുകളും ബാറുകളും സജീവമായി. നീന്തൽക്കുളങ്ങളും ഇൻഡോർ സ്റ്റേഡിയങ്ങളും തുറന്നെങ്കിലും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടില്ല. നാളത്തെ ഹർത്താൽ കഴിയുന്നതോടെ ഇവയെല്ലാം കൂടുതൽ സജീവമാകും. ഹോട്ടലുകളിൽ കൂടുതൽ പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവാദം നൽകണമെന്നാണ് ഉടമകളുടെ ആവശ്യം. നിലവിലുള്ള ഇരിപ്പിടശേഷിയുടെ 50% ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുറന്നു കൊടുത്തിരിക്കുന്നത്. ജീവനക്കാർക്ക് വാക്സിനും മാസ്കും നിർബന്ധമാണ്. ഇളവുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരും സ്വാഗതം ചെയ്യുന്നു. ഹോട്ടലുകൾ മാത്രം പൂട്ടിയിട്ടതുകൊണ്ട് കോവിഡ് കുറയുകയോ കൂടുകയോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പാഴ്സൽ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഹോട്ടൽ മേഖലയ്ക്ക്. പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ മാസങ്ങളെടുക്കുമെങ്കിലും ഇളവുകൾ അനുവദിച്ചത് ആശ്വാസം പകരുമെന്ന പ്രതീക്ഷയിലാണ് ഹോട്ടൽ ഉടമകൾ. സന്തോഷമായി, കസ്റ്റമറും ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാവർക്കും പാർസൽ മേടിച്ച് കഴിക്കാനുള്ള താല്പര്യം കുറവാണ്. ഇവിടെ കൂടുതൽ ഇരുന്ന് കഴിക്കാനാണ് എല്ലാവരും ഇതാവും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു ഇതിലാണ് ഞങ്ങൾ കാണുന്നത്. ഇൻഡോർ സ്റ്റേഡിയങ്ങളിലേക്ക് പരിശീലനത്തിനായി ആളുകൾ എത്തിത്തുടങ്ങി. നീന്തൽക്കുളങ്ങൾ ചൊവ്വാഴ്ചയോടെ സജീവമാകുമെന്നാണ് കണക്കുകൂട്ടൽ. തിരക്കൊഴിവാക്കാൻ സമയക്രമവും നിജപ്പെടുത്തി. സ്ലോട്ടെല്ലാം ഫുള്ളാവുന്നുണ്ട്. ഞങ്ങളുടെ അംഗങ്ങൾ 512 പേരാണ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ 512 പേരും എല്ലാവരും വരാനുള്ളൊരു ധൈര്യമില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതിർന്നവർക്ക് 2 വാക്സിനേഷൻ എടുത്തവർക്ക് മാത്രമേ അനുമതിയുള്ളൂ. ശനിയാഴ്ച നൽകിയ ഇളവുകളിൽ സിനിമാ തിയേറ്ററുകൾ ഉൾപ്പെട്ടിട്ടില്ല. ഇക്കാര്യം വരും ദിവസങ്ങളിൽ ചർച്ചകൾ നടക്കുമെന്നാണ്
ഈ മേഖലയിലെ സംഘടനകൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ്. നീന്തൽക്കുളങ്ങളടക്കമുള്ള കായിക പരിശീലന കേന്ദ്രങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും അവധി ദിനമായതുകൊണ്ട് തന്നെ വലിയ തിരക്ക് പ്രകടമല്ല. നാളെ ഹർത്താൽ ദിനം കൂടിയായതിനാൽ ചൊവ്വാഴ്ച മുതലാവും ആളുകൾ ഇവിടങ്ങളിലേക്ക് എത്തിത്തുടങ്ങുക. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. PTA ഫണ്ട് കുറവുള്ള ഇടങ്ങളിൽ സ്കൂൾ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് നാട്ടുകാർ ധനസഹായം നൽകണമെന്ന് മന്ത്രി V ശിവൻകുട്ടി. സ്കൂൾ ബസ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനുള്ള സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഏറ്റെടുക്കാനാകില്ല. KSRTC ബസ് സ്റ്റുഡന്റ് ഓൺലി ബസ്സായി ഓടിക്കാൻ ആലോചനയുണ്ടെന്നും ചൊവ്വാഴ്ച ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സ്കൂൾ ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം. എന്നാൽ 1.5 വർഷമായി ഓടാതെ കിടക്കുന്ന ബസ്സുകൾക്ക് അറ്റകുറ്റപ്പണികൾ തീർത്ത് ഫിറ്റ്നസ് നേടുക എന്നത് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കും. ഇതിനു പുറമെ ഇൻഷുറൻസും ടാക്സും എല്ലാം അടയ്ക്കുകയും വേണം. സ്കൂൾ PTA-കൾക്ക് പണമില്ലാത്ത സ്ഥിതിയാണ്. അതിനാൽ സ്കൂൾ ബസ് നിരത്തിലിറക്കാൻ പ്രാദേശികമായി നാട്ടുകാർ സഹായിക്കണം. ബാധ്യത സർക്കാർ ഏറ്റെടുക്കുക പ്രായോഗികമല്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. PTA-ക്ക് ഫണ്ട് കുറവായിരിക്കും ചില സ്ഥലങ്ങളിൽ എങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾ അതിനെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വരണമെന്നുള്ളൊരു അപേക്ഷയാണ്. ഇപ്പോൾ ഏതെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലെമ്പാടുമുള്ള ഇത്രയും സ്കൂളുകളിലേക്ക് ഒരു ഫണ്ട് ഉടനെ തന്നെ റിലീസാക്കുന്ന കാര്യം പ്രയാസമായിരിക്കും. ചൊവ്വാഴ്ച ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തും. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാരോടും സ്കൂൾ ബസ് സാഹചര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. KSRTC ബസ്സുകൾ കുട്ടികൾക്ക് മാത്രമായി പ്രത്യേകം ഓടിക്കാനും ആലോചന നടക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ഓൺലി ബസ് എന്ന രീതിയിൽ ഓടിക്കാനാണ് ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. BJP-യിൽ നിന്ന് രാജിവെച്ച OBC മോർച്ച വൈസ് പ്രസിഡന്റ് ഋഷി പൽപു കോൺഗ്രസിൽ ചേർന്നു. KPCC പ്രസിഡന്റ് K സുധാകരൻ MP, AICC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ എന്നിവർ ചേർന്ന് കോൺഗ്രസ് മെമ്പർഷിപ്പ് നൽകുകയാണ്. വരവ് സംബന്ധിച്ച് നമ്മളുമായി നിരന്തരമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തികളും പാർട്ടി നേതാക്കന്മാരുമുണ്ട്. സുവ്യക്തമായി ഒരു തീരുമാനമെടുത്ത് നമ്മോടൊപ്പം കടന്നു വന്നതാണ് ഋഷി പപ്പു. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുക്കാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് KPCC പ്രസിഡന്റിൽ നിന്ന് തന്നെ അംഗത്വം വാങ്ങണം എന്ന നിർബന്ധം പറഞ്ഞതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തോട് എത്താനും ഈ മെമ്പർഷിപ്പ് കൊടുക്കാനും തീരുമാനമെടുത്തത്. അദ്ദേഹത്തിന്റെ ജില്ലയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്ക് സ്വീകരണം നൽകാൻ DCC അവിടെ തയ്യാറായി നിൽക്കുകയാണ്. അദ്ദേഹം സാമൂഹ്യ സോഷ്യൽ രംഗത്ത് ഒരുപാട് നല്ല പ്രവൃത്തികൾ നടത്തി പേര് ഉണ്ടാക്കിയ ഒരാളാണ്. തൃശ്ശൂർ വളരെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന ഒരുപാട് സ്കീം അദ്ദേഹം അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബഹുജന അടിത്തറ അദ്ദേഹത്തിന് അവിടെ തൃശ്ശൂരിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. കോൺഗ്രസിന് അദ്ദേഹത്തിന്റെ വരവും അദ്ദേഹത്തിന്റെ ഐക്യവും നമ്മളോടുള്ള ഐക്യവും പാർട്ടിക്കൊരു മതിൽക്കൂട്ടാണ് എന്ന ചിന്തയിലാണ്, തീരുമാനത്തിലാണ് അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് എടുക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഞാൻ അംഗത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ യൂണിറ്റ് CUC ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി. നേരത്തെ മൈക്രോ യൂണിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ പേര് മാറ്റി CUC എന്നാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിന്റെ 1500ഓളം യൂണിറ്റുകൾ ഇതിനകം രൂപീകരിച്ചു കഴിഞ്ഞു. അവിടത്തേക്കുള്ള ഈ യൂണിറ്റുകൾ ഓരോ ജില്ലയിലും പൈലറ്റ് സ്കീമാണ്, പൈലറ്റ് പ്രോഗ്രാമായിട്ടാണ്. അപ്പൊ അതിലേക്കുള്ള കോൺഗ്രസിന്റെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യാൻ 2-ാം തീയതി 1500 ഫ്ലാഗ് അതിൽ ബന്ധപ്പെട്ട കോർഡിനേറ്ററെ ഏൽപ്പിക്കുകയാണ്. കോൺഗ്രസിന്റെ പതാകയ്ക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കാലക്രമണത്തിൽ നമ്മുടെ നാട്ടിലെ ഈ തുണിയും
പ്ലാസ്റ്റിക്കും തുണിയുമല്ലാത്ത സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ബിജെപിയിൽ നിന്ന് രാജിവെച്ച ഋഷി പൽപ് കോൺഗ്രസിൽ ചേർന്നു. കെ സുധാകരൻ അദ്ദേഹത്തിന് അംഗത്വം നൽകി സ്വീകരിച്ചു. ചെല്ലാനം 2020യുമായി സഹകരിക്കുന്നത് യാതൊരു മുൻധാരണയുടെയും അടിസ്ഥാനത്തിലല്ലെന്ന് എറണാകുളം ജില്ലാ കോൺഗ്രസ് നേതൃത്വം. അടുത്തയാഴ്ച അവിശ്വാസ പ്രമേയത്തിന് ഗ്രാമപഞ്ചായത്തിൽ നോട്ടീസ് നൽകും. അതേസമയം കിഴക്കമ്പലം 2020യുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ചെല്ലാനം 2020 ഭാരവാഹികൾ വ്യക്തമാക്കി. ചെല്ലാനത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഭരണമാറ്റത്തിന് 2020യുമായി കോൺഗ്രസ് ചേരുന്നത്. ഇക്കാര്യത്തിൽ യാതൊരുവിധ മുൻധാരണകളുമില്ലെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. യാതൊരു മുൻധാരണകളോ മറ്റ് രീതിയിലുള്ള ഒരു ധാരണയോ ഇല്ലാതെ പരസ്പരം വിശ്വാസത്തിലെടുത്തുകൊണ്ട് കോൺഗ്രസും 2020യുമായി ചേർന്ന് അവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ചെല്ലാനത്ത് അടുത്തയാഴ്ച അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകും. അതേസമയം കിഴക്കമ്പലം 2020യുമായി ബന്ധമില്ലെന്നാണ് ചെല്ലാനം 2020യുടെ വിശദീകരണം. ഇല്ല, ഞങ്ങള് കിഴക്കമ്പലം 2020 എന്നുള്ള സംഘടനയല്ല. ഞങ്ങളുടെ കഴിഞ്ഞ കൊല്ലം 2020 സ്റ്റാർട്ട് ചെയ്ത ഒരു സംഘടന ആയതുകൊണ്ടാണ് ഞങ്ങൾ 2020 എന്നുള്ള പേരിട്ടത്. അല്ലാതെ അവരുടേതല്ല. ഞങ്ങൾ ചെല്ലാനം 2020 എന്നുള്ള പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 21 സീറ്റുകളുള്ള ചെല്ലാനം പഞ്ചായത്തിൽ LDFന് 9ഉം UDFന് 4ഉം ചെല്ലാനം 2020ക്ക് 8 സീറ്റുകളുമാണുള്ളത്. UDF വിട്ടുനിന്നതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഭരണം LDFന് ലഭിച്ചത്. ന്യൂസ് 18 കൊച്ചി. കണ്ണൂർ വള്ളിത്തോട് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടു. പെരിങ്കിരി സ്വദേശി ജസ്റ്റിനാണ് മരിച്ചത്. ഭാര്യ ജിനിക്കും കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഇന്ന് പുലർച്ചെയാണ് വള്ളിത്തോട് പെരിങ്കിരിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ബൈക്കിൽ ഭാര്യയ്ക്കൊപ്പം പള്ളിയിലേക്ക് പോവുകയായിരുന്ന ജസ്റ്റിന് നേരെ പാഞ്ഞെടുത്ത ആന കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ജിനിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജിനി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ബൈക്കു തകർത്ത കാട്ടാന സമീപത്തുണ്ടായിരുന്ന ലോറി മറിച്ചിടാനും ശ്രമിച്ചു. ഇതിനിടയിൽ ആനയുടെ കൊമ്പ് മുറിഞ്ഞു വീണു. പ്രദേശവാസികൾ ഏറെ പണിപ്പെട്ടാണ് ആനയെ വനത്തിലേക്ക് തുരുത്തിയത്. ഏതാനും നാളുകളായി ഇരിട്ടി ആറളം മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാണ്. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. തമിഴ്നാട് മേട്ടുപാളയത്ത് റോഡിലിറങ്ങിയ കാട്ടാന ബസിന്റെ ചില്ല് തകർത്തു. കോത്തഗിരിയിൽ നിന്നും മേട്ടുപാളയത്തിലേക്ക് വരികയായിരുന്ന ബസിന്റെ ചില്ലാണ് കാട്ടാന തകർത്തത്. 2 ദിവസം മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. അരമണിക്കൂറോളം റോഡിൽ നിന്ന കാട്ടാന ബസിന് നേരെ തിരിയുകയായിരുന്നു. നിരവധി യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. കോഴിക്കോട് നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നു വീണ് 2 മരണം. തമിഴ്നാട് സ്വദേശികളായ കാർത്തിക്, സലീം എന്നിവരാണ് മരിച്ചത്. ക്രെയിനിൽ കൊണ്ടുവന്ന സ്ലാബ് സ്ഥാപിക്കുന്നതിനിടെയായിരുന്നു അപകടം. തൊണ്ടയാട് മേൽപ്പാലത്തിന് സമീപത്തെ കല്യാൺ ഗ്രൂപ്പിന്റെ 5 നില കെട്ടിടത്തിലായിരുന്നു അപകടം. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ സ്ഥാപിക്കാൻ കൊണ്ടുവന്ന സ്ലാബാണ് തകർന്നത്. ക്രെയിനിൽ കൊണ്ടുവന്ന സ്ലാബ് സ്ഥാപിക്കുന്നതിനിടയിലായിരുന്നു അപകടം. സലീമും കാർത്തിക്കുമടക്കം 5 പേരാണ് സ്ഥലത്തുണ്ടായിരുന്നത്. കാർത്തിക് സംഭവ സ്ഥലത്തു തന്നെ മരിച്ചിരുന്നു. സലീമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പ്രീഫാബ് സ്ലാബുകൾ സ്ഥാപിക്കുമ്പോൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എടുത്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. 6 പേർ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. 4th ഫ്ലോറിൽ ഒരു ബീം ഇൻസ്റ്റാൾ ചെയ്യാ സമയത്ത് അത് സ്ലിപ്പായി താഴേക്ക് വന്നു. വി ആർ രജിസ്റ്ററിംഗ് ദ കേസ്, വിൽ ഇൻവെസ്റ്റിഗേറ്റ്. പോലീസും ഫയർഫോഴ്സും എത്തി സ്ലാബ് മുറിച്ചാണ് തൊഴിലാളികളെ പുറത്തെടുത്തത്. പരിക്കേറ്റ തങ്കരാജ്, ഗണേഷ് എന്നിവരുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റ ജീവാനന്ദം എന്ന തൊഴിലാളിയും ചികിത്സയിലാണ്. തമിഴ്നാട് കമ്പനിക്കാണ് കെട്ടിട നിർമ്മാണത്തിന്റെ ചുമതല. തിരുപ്പൂരിൽ നിന്ന് ബീമും സ്ലാബുകളും റെഡിമെയ്ഡായി ഉണ്ടാക്കി ലോറിയിൽ കൊണ്ടുവന്ന ക്രെയിൻ ഉപയോഗിച്ച് സ്ഥാപിക്കുന്നതാണ് നിർമ്മാണ രീതി. കെട്ടിടത്തിൽ അപകടാവസ്ഥയിൽ തുടരുന്ന ബീമുകളും സ്ലാബുകളും ഉള്ളതുകൊണ്ട് തൽക്കാലത്തേക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭാരമേറിയ സ്ലാബുകൾ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതാണോ അപകട കാരണമെന്നതടക്കം അന്വേഷിക്കും. കോഴിക്കോട് നിന്ന് ശ്രീജിത് സി കല്ലുമുട്ടിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. പുരാവസ്തു വിൽപ്പനയുടെ മറവിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആൾ കൊച്ചിയിൽ അറസ്റ്റിൽ. പ്രവാസി മലയാളം ഫെഡറേഷൻ രക്ഷാധികാരിയും യൂട്യൂബറുമായ മോൻസൺ മാവുങ്കലിനെയാണ് ക്രൈംബ്രാഞ്ച് പിടികൂടിയത്.
ടിപ്പു സുൽത്താന്റെ സിംഹാസനവും മോശയുടെ അംശവടിയും യേശുവിനെ ഒറ്റിയപ്പോൾ ലഭിച്ച 30 വെള്ളിക്കാശിലൊന്നും കൈവശമുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് 10 കോടിയിലേറെ രൂപ മോൺസൺ തട്ടിയെടുത്തതായാണ് പരാതി. ഇപ്പോൾ വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അത്രയും രൂക്ഷമായ പ്രശ്നമൊന്നും പാർട്ടിക്കകത്തില്ല. അഭിപ്രായ വ്യത്യാസം ഉള്ളവർക്കുണ്ടാവാം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ന്യായമായും ചെയ്യേണ്ടുന്നത് ഞങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരിക്കലും അവരെ ഒറ്റപ്പെടുത്താനോ മാറ്റി നിർത്താനോ ഞങ്ങൾ ഒരു അവസരവും വിനിയോഗിച്ചിട്ടില്ല. ഒരു തവണ അദ്ദേഹത്തോട് സംസാരിച്ചില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ക്ഷമ പറഞ്ഞ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ മാന്യതയും അന്തസ്സും ഒക്കെ KPCC നേതൃത്വം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരെയും ഇതിൽ നിന്ന് എം സുധീരൻ എന്നല്ല ആരെയും ഇതിൽ നിന്ന് മാറ്റി നിർത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾ അദ്ദേഹത്തിന് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തീർക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അത് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. തീർക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ബാക്കിയെല്ലാം അദ്ദേഹത്തിന്റെ യുക്തിയാണ്, അദ്ദേഹത്തിന്റെ തീരുമാനം. അതേത് അതിനെ ഞാനും പറയുന്നത് വീഴ്ചകൾ വന്നിട്ടുണ്ടെന്ന് തിരുത്തും. അല്ല, ഞാൻ പറഞ്ഞല്ലോ ആ വീഴ്ച ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചില്ല എന്നുള്ളത് ഞാനത് തിരുത്തിയല്ലോ. അതിനുശേഷം നമ്മൾ തമ്മിൽ ബന്ധപ്പെട്ടല്ലോ. പിന്നെ അദ്ദേഹത്തിന് ഈ ഇപ്പോഴത്തെ പ്രോസസ്സിങ്ങിലൊക്കെ അഭിപ്രായം പറയാൻ യഥേഷ്ടം നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട്, സന്ദർഭവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അത് വിനിയോഗിച്ചിട്ടില്ല. ഇതൊന്നും രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനത്തിന് വിധേയമാകേണ്ട കാര്യമല്ല. അതൊരു രാഷ്ട്രീയകാര്യ സമിതി ഒരു പോളിസി മാറ്റർ വരുമ്പം രാഷ്ട്രീയകാര്യ സമിതി ചർച്ച ചെയ്യും. ഇതൊരു ഭരണഘടന പ്രകാരം KPCC പ്രസിഡന്റ് ചെയ്യേണ്ടുന്ന കാര്യമാണ്. KPCC പ്രസിഡന്റിന്റെ ചുമതലയാണിത്. സഹപ്രവർത്തകരുമായി ആലോചിച്ച് ജനാധിപത്യപരമായി തന്നെ സഹപ്രവർത്തകരോട് KPCC പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ ഒറ്റക്കിരുന്ന് അടുക്കളയിൽ നിന്ന് ഉണ്ടാക്കലല്ല. എല്ലാ നേതാക്കന്മാരുമായി സംസാരിച്ച് എല്ലാ ഭാരവാഹികളുമായി സംസാരിച്ച് ഒരു ഐക്യത്തിന്റെ ഫോർമുല ഉണ്ടാക്കി ആ ഫോർമുല പ്രഖ്യാപിക്കുക എന്നത് KPCCയുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് തന്റേടമുണ്ട്. ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് പുതുതായിട്ടുള്ള പോളിസി മാറ്റേഴ്സ് മാത്രമാണ്. അവിടെ ദൈനംദിന പ്രവർത്തനങ്ങളൊന്നും ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും AICCയുമായി സംസാരിച്ചും അവരുടെ അംഗീകാരത്തോടും കൂടിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിൽ അത് AICC ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങളത് തിരുത്തും. ഓക്കെ. PM സുധീരനെ എന്നല്ല ആരെയും മാറ്റി നിർത്താൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടില്ല എന്നാണ് K. സുധാകരൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സംസാരിച്ചിരുന്നു, മാപ്പ് പറഞ്ഞിരുന്നു. എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞിരുന്നു. നേരത്തെയും അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ അവസരങ്ങളൊന്നും വിനിയോഗിച്ചിരുന്നില്ല എന്നാണ് K. സുധാകരൻ പറഞ്ഞത്. ഇപ്പോൾ നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാത്ത റിപ്പോർട്ടിലേക്കാണ്. പുരാവസ്തു വിൽപ്പനയുടെ മറവിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ആൾ കൊച്ചിയിൽ അറസ്റ്റിൽ. ലോകത്ത് പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച അമൂല്യ വസ്തുക്കൾ പലതും വിൽപ്പനയ്ക്കുണ്ടെന്നാണ് മോൺസൺ അവകാശപ്പെട്ടിരുന്നത്. വിൽപ്പനയുടെ പേരിൽ പലരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റി. പണം നഷ്ടപ്പെട്ടവരിൽ ചിലർ പരാതി നൽകി. തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിൽ മോൺസൺ വിൽപ്പനയ്ക്ക് വെച്ച പുരാവസ്തുക്കൾ പലതും ചേർത്തലയിലെ ഒരു ആശാരി നിർമ്മിച്ചതാണെന്ന് വ്യക്തമായി. തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ക്രൈംബ്രാഞ്ച് സംഘം മോൺസനെ ചേർത്തലയിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. കലൂർ ആസാദ് റോഡിലെ മോൺസന്റെ മ്യൂസിയത്തിൽ റെയ്ഡ് നടത്തിയ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകരെ മോൺസന്റെ സഹായികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. ഒന്നും ഉണ്ടായില്ലേ? അല്ല, എന്താ ഉണ്ടായില്ലോ? നിങ്ങൾ പറഞ്ഞോ? പിന്നെ നിങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്യണതിനാണ്. സ്വകാര്യ ബാങ്കിന്റെ പേരിൽ വ്യാജരേഖകൾ നിർമ്മിച്ചായിരുന്നു പ്രതി തട്ടിപ്പ് നടത്തിയത്. പുരാവസ്തുക്കൾ വിറ്റതിന് കുവൈറ്റിലെയും ദുബൈയിലെയും രാജകുടുംബാംഗങ്ങളും
ബ്രൂണെ രാജാവും അടക്കം അയച്ച പണം നിക്ഷേപമായിട്ടുണ്ടെന്ന് ആളുകളെ വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. മോൻസന്റെ പേരിൽ വിദേശത്ത് അക്കൗണ്ടുകളില്ലെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. മോശയുടെ അംശവടിയും ടിപ്പു സുൽത്താന്റെയും ഔറംഗസീബിന്റെയും സിംഹാസനവും യേശുവിനെ ഒറ്റുകൊടുത്തപ്പോൾ ലഭിച്ച 30 വെള്ളിക്കാശിൽ ഒന്നും കൈവശമുണ്ടെന്ന് മോൻസൺ അവകാശപ്പെട്ടിരുന്നു. ഇതിനായി യൂട്യൂബ് വീഡിയോകളും പുറത്തിറക്കി. മോൻസനൊപ്പം 3 പേർ കൂടി പിടിയിലായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.